കർക്കിടക മാസം മാത്രമാവുമ്പോൾ രാമായണത്തെയും അതുപോലെ തന്നെ ശ്രീരാമനെയും സീതയും ലക്ഷ്മണനെയും ഒക്കെ അപമാനിക്കുന്ന ചില പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ വരും. അത്തരത്തിലുള്ള ഒരു പോസ്റ്റിന് തുടർന്നു വരുന്ന ഒരു സംഗതിയിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ ദലിത് ഭവനങ്ങളിൽ ഒരു കാലത്തും രാമായണ പാരായണം നടന്നിട്ടില്ല എന്നും ദലിതർ രാമായണം വായിച്ച ചരിത്രം ഇല്ലാത്തതിനാൽ രാമായണ പാരായണത്തെ സമൂഹം ഒന്നാകെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നും പ്രസ്താവന നടത്തി ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ. എന്നാൽ അദ്ദേഹത്തിന് നല്ല ഒരു മറുപടി നൽകിയിരിക്കുകയാണ് മുൻ സൈനികൻ കൂടിയായ ഭാസ്കരൻ നായർ അജയൻ. ദളിതനാണ് താൻ എന്ന് ഇന്നും അഭിമാനത്തോടെ പറയുന്ന ഇളയരാജയെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം തന്റെ മറുപടി കുറിച്ചിരിക്കുന്നത്. പത്മവിഭൂഷൺ ഇളയരാജ അദ്ദേഹം ദളിതനാണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന ആളാണ്. അദ്ദേഹം കടുത്ത രാമഭക്തനാണ്. 2024 അദ്ദേഹം തന്നെ വാൽമീകി രാമായണം സിംഫണിയായി കമ്പോസ് ചെയ്തു. പ്രധാനമന്ത്രി വിളിച്ച അയോധ്യ ചടങ്ങിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോ ദലിതർ രാമായണം വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇളയരാജയെ പോലുള്ള മഹാന്മാരെ അപമാനിക്കലല്ലേ എന്നാണ് ഭാസ്കരൻ നായർ അജയൻ കുറിച്ചിരിക്കുന്നത്. ഈ ജാതി കോമരത്തിന് മറുപടി കൊടുക്കണ്ട എന്ന് പലവട്ടം വിചാരിച്ചതാണ്. എന്നാൽ ഇയാൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാതെ രോഷം കൊള്ളുന്നവർ ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇത് സാമൂഹിക ചിന്തകൻ എന്ന് മീഡിയ വൺ അഥവാ മാധ്യമം ഗ്രൂപ്പുകാർ അവകാശപ്പെടുന്ന ഡോക്ടർ ടി.എസ്. ശ്യാംകുമാറിന്റെ പ്രസ്താവന തന്നെയാണ് എന്ന് അദ്ദേഹം കുറിക്കുന്നു. ഈ പ്രസ്താവന നൽകിയിരിക്കുന്നത് ചിത്രത്തിൽ കാണുന്ന ദി ഇന്ത്യൻ എക്സ്പ്രസ് മാധ്യമത്തിന് അല്ല, മറിച്ച് സമകാലിക മലയാളം വാരികയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ്. അതിനാൽ ചിത്രത്തിലെ ലോഗോയും കാർഡും വ്യാജമായി നിർമ്മിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രസ്താവനയുടെ യഥാർത്ഥ ഉറവിടം എന്താണ് എന്ന് വെച്ചാൽ 2025 ജൂലൈയിൽ സമകാലിക മലയാളം എന്ന ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇദ്ദേഹം ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത് എന്ന് ഭാസ്കരൻ നായർ അജയൻ പറയുന്നു. വായിക്കാം. കേരളത്തിലെ ദലിത് ഭവനങ്ങളിൽ ഒരു കാലത്തും രാമായണ പാരായണം നടന്നിട്ടില്ല എന്നും ദലിതർ രാമായണം വായിച്ച ചരിത്രം ഇല്ലാത്തതിനാൽ രാമായണ പാരായണത്തെ സമൂഹം ഒന്നാകെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നുമാണ് അദ്ദേഹം അതിലൂടെ വ്യക്തമാക്കിയത്. ദ ഇന്ത്യൻ എക്സ്പ്രസ് ലോഗോ ചേർത്തിട്ടുണ്ട് എങ്കിലും അവർ ഇത്തരമൊരു ന്യൂസ് കാർഡ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. സമകാലിക മലയാളത്തിൽ വന്ന അഭിമുഖത്തിലെ വരികൾ എടുത്തുമാറ്റി മറ്റൊരു മാധ്യമത്തിന്റെ പേരിൽ വ്യാജമായി പ്രചരിപ്പിക്കുന്നതാണ് ഈ കാർഡ്. എന്തായാലും അദ്ദേഹം പറഞ്ഞ ആ പോയിന്റിനുള്ള മറുപടിയാണ് ഇത്. പ്രിയ ഡോക്ടർ ശ്യാംകുമാർ സർ, ദളിത് ഭവനങ്ങളിൽ രാമായണം വായിക്കില്ല എന്ന് അങ്ങയോട് ആരാണ് പറഞ്ഞത്? വൈകുന്നേരം ആകുമ്പോൾ അങ്ങ് സ്വന്തം ഭവനത്തിൽ ബൈബിൾ വായിക്കുമായിരിക്കും. എന്നിട്ട് ആനുകൂല്യം കിട്ടാൻ ഹിന്ദു എന്ന മതത്തിന്റെ കോളത്തിൽ വെച്ച് കിട്ടുന്ന സകല ആനുകൂല്യങ്ങളും എടുക്കും. എന്നാൽ മറ്റുള്ളവർ അങ്ങനെയല്ല. ഇളയരാജ എന്ന പേര് കേട്ടിട്ടുണ്ടോ? പത്മവിഭൂഷൺ ഇളയരാജ. അദ്ദേഹം ദളിതനാണ് എന്ന അഭിമാനത്തോടെ പറയുന്ന ആളാണ്. അദ്ദേഹം കടുത്ത രാമഭക്തനാണ്. 2024 അദ്ദേഹം തന്നെ വാൽമീകി രാമായണം സിംഫണിയായി കമ്പോസ് ചെയ്തു. പ്രധാനമന്ത്രി വിളിച്ച അയോധ്യ ചടങ്ങിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ദളിതർ രാമായണം വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇളയരാജയെ പോലുള്ള മഹാന്മാരെ അപമാനിക്കലല്ലേ? രാമായണം എഴുതിയതാരാ? വാൽമീകി, വേടനും പിന്നീട് മഹർഷിയുമായ ആള്. ദളിതർ രാമായണം വായിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് മുന്നേ രാമായണം ഉണ്ടായത് തന്നെ ആ രാമായണം ഉണ്ടാക്കിയ ആൾ ദളിത് സമുദായത്തിൽ നിന്നാണ് എന്ന് ഓർക്കണം. കേരളത്തിന്റെ രാമായണമാർക്ക് വേണ്ടിയാ? തുഞ്ചത്തെഴുത്തച്ഛൻ ആത്മരാമായണം എഴുതിയത് തന്നെ ശൂദ്രർക്കും സ്ത്രീകൾക്കും കൂടി വേദം മനസ്സിലാകാൻ വേണ്ടിയാണ്. കർക്കിടക മാസത്തിൽ നായർ മാത്രമല്ല ഈഴവനും പുലയനും പറയനും എല്ലാം വീട്ടിൽ രാമായണം വായിച്ച ചരിത്രമാണ് കേരളത്തിനുള്ളത്. അത് ജാതി നോക്കിയുള്ള പാരായണമല്ല. ഡോക്ടർ അംബേദ്കർ രാമായണത്തെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അത് വായിച്ചിട്ടാണ് വിമർശിച്ചത്. വായിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നത് ദലിത് ബുദ്ധിജീവികളുടെ വായനയെ തന്നെ ഇല്ലാതാക്കലാണ്. കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ ദലിതൻ. അദ്ദേഹം രാമായണ പാരായണത്തെ എതിർത്തിരുന്നു. അദ്ദേഹം സനാതന സംസ്കാരത്തെ ചേർത്തു പിടിച്ച ആളായിരുന്നു സർ. രാമായണത്തിൽ ദലിതറില്ലേ? ഗുഹൻ, ചെത്തുകാരൻ, ശബരി, ആദിവാസി, സ്ത്രീ, വാൽമീകി, ഇവരെയൊക്കെ രാമൻ കെട്ടിപ്പിടിച്ചതും മോക്ഷം കൊടുത്തതും രാമായണത്തിലുണ്ട്. നിങ്ങൾ രാമായണം വായിക്കരുത് എന്ന് പറയുന്നത് ദലിതരെ ഉയർത്തലല്ല, അവരെ വീണ്ടും അറിവിൽ നിന്നും മാറ്റി നിർത്തലാണ്. നിങ്ങൾ വായിക്കണ്ട, നിങ്ങൾ പ്രതിരോധിക്കാൻ നിൽക്കാൻ പറയുന്നത് ആരാണ്? ഇതാണ് യഥാർത്ഥ ബ്രാഹ്മണിസം. ഇളയരാജ രാമായണം എഴുതി സിംഫണിയാക്കുമ്പോൾ നിങ്ങൾ ദലിതരുടെ പേരിൽ രാമായണത്തെ എതിർക്കാൻ പറയുന്നു. ദലിതർക്ക് രാമന് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നിങ്ങളാരാ? ദലിതൻ എന്നാൽ ഹിന്ദു അല്ലാത്തവൻ എന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടി കേരളത്തിൽ നടക്കില്ല എന്ന് ഓർക്കുക. ഇങ്ങനെ ശക്തമായ ഭാഷയിൽ പ്രതിഷേധ സ്വരത്തിൽ തന്നെയാണ് രാമായണത്തിനെതിരെ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവനയ്ക്ക്, അല്ലെങ്കിൽ ദലിതർ രാമായണം വായിക്കില്ല എന്ന് ടി.എസ്. ശ്യാംകുമാർ നടത്തിയ പ്രസ്താവനയ്ക്ക് മുൻ സൈനികൻ കൂടിയായ ഭാസ്കരൻ നായർ അജയൻ നൽകുന്ന മറുപടി. എന്തായാലും കർക്കിടക മാസമാകുമ്പോൾ ഇതുപോലെയുള്ള ഞാഞ്ഞൂലുകൾ മുളച്ചു പൊങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ഇത്തരക്കാർ മറുപടിയും നൽകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.